ഹായ് ഹലോ. നമ്മൾ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ന്യൂസാണ്. കാരണം സഞ്ജു സാംസൺ ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻ ആവും എന്നുള്ളൊരു ന്യൂസ്. എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല. അതായി കഴിഞ്ഞാൽ സന്തോഷമുള്ളൂ. ശ്രേയസ് അയ്യറിനെ മാറ്റി, ശുഭ്മാൻ ഗില്ലിനെ മാറ്റി ഇട്ടൊക്കെയാണ് ഈ സ്ഥാനം സഞ്ജുവിന് കൊടുക്കാൻ പോകുന്നത്. സൂര്യകുമാറാണ് നിലവിലെ ക്യാപ്റ്റൻസി. അതെടുത്ത് കളയാന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷെ അത് ശ്രേയസ് അയ്യറിന് കൊടുക്കുക എന്നാണ് റിപ്പോർട്ട് വന്നത്. ഇപ്പോഴാണ് സഞ്ജു സാംസണ് കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സഞ്ജു സാംസണേക്കാൾ ഡിസർവ് ആയ ക്യാപ്റ്റൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രേയസ് അയ്യറാണ്. ഒന്നാമത് സഞ്ജുവിന് കൊടുക്കരുത് എന്ന് പറയുള്ളൂ. കാരണം ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത് ഓരോരുത്തരുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആയാലും ശുഭ്മാൻ ഗിൽ ആയാലും ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ടെസ്റ്റിൽ കളിക്കേണ്ടതില്ല, അത് ഏകദിനത്തിൽ ആൾ ഫോം ഔട്ടാണ്. സൂര്യകുമാറിന്റെ അവസ്ഥ നമുക്കറിയാം. സൂര്യകുമാർ എത്രയോ കളി കഴിഞ്ഞതിന് ശേഷമാണ് ഈ 2024 ആളൊരു 50 അടിച്ചത് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം. അപ്പോൾ അത്രയും മോശം ഫോമിലേക്ക് ക്യാപ്റ്റൻസി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രഷർ കാരണമായിരിക്കാം. കാരണം ഒരു ടീമിന്റെ ഫുൾ പ്രഷറും എത്തിക്ക് വരുമ്പോൾ ഉള്ള അവസ്ഥ അറിയാലോ. സഞ്ജു കളിക്കട്ടെ, സഞ്ജു കളിച്ച് പോട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ 31 വയസ്സായിട്ടുള്ളൂ. ഇനി 5-6 വർഷം സഞ്ജു സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റും. അതിന് ഈ ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കയറാം. ഇപ്പോൾ ഫോം ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൂര്യകുമാറിന് കിട്ടിയ പോലെ ശുഭ്മാൻ ഗില്ലിന് കിട്ടിയ പോലെ ഒന്നും ഒരു പരിഗണന സഞ്ജുവിന് ഈ ഇന്ത്യൻ ടീം കൊടുക്കില്ല. കാരണം മലയാളികളുടെ എപ്പോഴും ഒരു പുച്ഛം ഇന്ത്യൻ ടീമിനും എല്ലാവർക്കും BCCIക്കും മലയാളികൾ ഒരു പുച്ഛമാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു മലയാളി താരം അത്രയും ഉയരങ്ങളിൽ എത്തിയത്. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സഞ്ജുവിന് ഇനിയും ഒരു 6 വർഷം കൂടി ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹമുള്ളത്. അതിന് ഈ ക്യാപ്റ്റൻ സ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സപ്പോസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെർഫോമൻസ് മേലേക്ക് വരാം. പക്ഷേ കൂടുതൽ സാധ്യത പെർഫോമൻസ് അടിയിലേക്ക് പോകാനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിന് വേണ്ടി മത്സരിക്കുന്ന എത്രയോ യുവതാരങ്ങൾ ഇന്ന് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മാറി കൊടുക്കേണ്ട ഒരു അല്ലെങ്കിൽ മാറ്റും. കാരണം ബാക്കിയുള്ളവർക്ക് കിട്ടിയ ഒരു പരിഗണന സഞ്ജുവിന് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.